സാർ, ഈ കെ ഫോൺ ശരിക്കും എന്താണ്? അതെന്താണെന്ന് അത് പദ്ധതി പ്രഖ്യാപിച്ചവർക്ക് വരെ മനസ്സിലാവാത്ത വിധത്തിലാണ് കേരളത്തിലെ ആ ഒരു പദ്ധതി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇന്ന് നമുക്കൊക്കെ വാർത്താമാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരത്തിലൂടെ മനസ്സിലാക്കുന്ന ഒരു ബൃഹത് പദ്ധതിയാണ്. ഒന്നാമത്തെ ഈ കേരള സർക്കാരിൻ്റെ ഈ കഴിഞ്ഞ ഒരു 8 വർഷത്തെ ഈ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെയും കാര്യങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ പറ്റാത്ത പദ്ധതികൾ പ്രഖ്യാപിക്കുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുക, അല്ലാണ്ട് അതിനപ്പുറമുള്ള ഒരു കടമ്പയും കടക്കാൻ ഇവർക്ക് ആവുന്നില്ല. ഇപ്പോൾ സിൽവർ ലൈൻ പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഇവർ കുട്ടിഘോഷിച്ചിട്ട് ഏകദേശം 100 കോടിയോളം രൂപയാണ് ആ പദ്ധതിയുടെ വെറും പ്രാഥമികമായിട്ടുള്ള പേപ്പർ വർക്കുകൾക്കും ഈ സർവേ കല്ലുകൾ നാട്ടാനൊക്കെ വേണ്ടിയിട്ട് ചിലവായത്. അത്രയും വേസ്റ്റായി പോയി എന്നുള്ളതല്ലാതെ അതുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല. സർക്കാരിൻ്റെ കാശ് വെറുതെ വേസ്റ്റായി. സർക്കാരിൻ്റെ കാശ് എന്ന് ഒരിക്കലും പറയരുത് അയ്യപ്പദാസ്. നമ്മുടെ കാശ്, സർക്കാരിൻ്റെ നമ്മുടെ കാശ്, നമ്മുടെ നികുതിപ്പണം ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഈ സിൽവർ ലൈൻ പദ്ധതി. അത് തുടക്കത്തിൽ തന്നെ അറിയാമായിരുന്നു അത് കേരളം അങ്ങേയറ്റം എതിർക്കുക. നമ്മളാരും സിൽവർ ലൈൻ പദ്ധതിക്ക് എതിരായിരുന്നില്ല. അതിന് മുമ്പ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഇവിടെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് കുടിവെള്ളം കിട്ടാത്തൊരു സംസ്ഥാനമാണ് കേരളം. ഒരുപാട് ജനങ്ങൾ കുടിവെള്ളം കിട്ടാണ്ട് ബുദ്ധിമുട്ടുമ്പോൾ സിൽവർ ലൈനാണോ പ്രാധാന്യം നൽകുന്നത് കുടിവെള്ളത്തിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനം പറയുക അത് കുടിവെള്ളത്തിനാണ്, കുടിവെള്ളം കിട്ടിയിട്ടല്ലേ പിന്നെ. അപ്പോൾ അതുപോലുള്ളൊരു പദ്ധതിയാണ് വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചതല്ല ഈ കെ ഫോൺ പദ്ധതി എന്ന് പറയുന്നത്. സത്യത്തിൽ അത് പ്രഖ്യാപിക്കുമ്പോൾ ഇതൊരു ഇലക്ട്രിക് സാങ്കേതിക വിദ്യ സംയോജിപ്പിച്ചിട്ടുള്ള ഒരു ഇൻ്റർനെറ്റ് വിഷയമാണ്. അത് അത്രയും ഒരു സങ്കീർണമായിട്ടുള്ളൊരു പദ്ധതിയാണ് ഈ കെ ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി. ഇത്തരം ഒരു പദ്ധതി പ്രാവർത്തികമാക്കാൻ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അത് പ്രായോഗികമല്ല എന്നുള്ളൊരു ഉപദേശം ഇവർക്ക് കിട്ടിയിട്ടില്ല ഈ സംസ്ഥാന സർക്കാർ. പ്രായോഗികമാകാത്തതിൻ്റെ കാരണങ്ങൾ പ്രായോഗികമാകാത്തതിൻ്റെ കാരണം ഇവിടുത്തെ സ്വകാര്യ കമ്പനികൾ ഇത്തരം ഈ നമ്മുടെ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ ഫോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും വിളിപ്പുറത്തൊരുക്കുന്ന ഒരു സജ്ജീകരണം നിലനിൽക്കുമ്പോൾ ആരാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഈ കെ ഫോൺ പദ്ധതിയിലേക്ക് പോയിട്ട് തലവെച്ച് കൊടുക്കുക എന്നുള്ളത് ആർക്ക് വേണം? ഇത് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ്. ഇത്തരത്തിലുള്ള ഒരു കെ ഫോൺ പദ്ധതി സ്റ്റേറ്റുകൾക്ക് ഇത്തരത്തിലുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതിയൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്നതാണ്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ഗ്രാമങ്ങളിലേക്കൊക്കെ ആയിരിക്കും, ഇന്ത്യയിലെ വളരെ ഉള്ളിലുള്ള ഗ്രാമങ്ങൾക്ക് അതിനാണല്ലോ കുറേ സൗജന്യ കണക്ഷനുകളൊക്കെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരാനുള്ള കാരണം. അങ്ങനെ ഇവരിപ്പോൾ ഏകദേശം ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് ഏകദേശം 5 വർഷം കഴിയാണ്. എൻ്റെ ഓർമ്മ ശരിയാണ് ഈ 2018 ഇപ്പോൾ 5 വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ട്. എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10,000 കിലോമീറ്ററൊക്കെ കേബിളുകൾ വലിച്ചിട്ടുണ്ട് എന്നുള്ളതിനപ്പുറം ഈ കണക്ഷൻ കിട്ടിയവർക്ക് ആർക്കും തന്നെ ഒരു ഉപഭോക്താവ് പോലും കൈ പൊക്കില്ല, ഞങ്ങൾ ഈ കണക്ഷൻ്റെ കാര്യത്തിൽ തൃപ്തരാണെന്ന്. ഇനി ഞാനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ കുറേ സ്കൂളുകൾ, സർക്കാർ സ്കൂളുകളിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ കെ ഫോണിൻ്റെ ആക്കി മാറ്റണമെന്ന് നിർബന്ധപൂർവ്വം 1000 സ്കൂളുകളൊക്കെയാണ് ഈ കെ ഫോൺ കണക്ഷൻ എടുത്തിട്ടുള്ളത്. ഈ 1000 സ്കൂളുകളിൽ 750 സ്കൂളുകളോളം ഈ കണക്ഷൻ മാറ്റിയിട്ട് പഴയ അവരുടെ BSNL സ്വകാര്യ കമ്പനികളുടെ കണക്ഷനും എടുക്കേണ്ടി വന്നു. അതിൻ്റെ കാരണം എന്താ? കൃത്യമായിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ ഈ ഇൻ്റർനെറ്റ് പോലുള്ള സേവനങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് സർവീസാണ്. ആഫ്റ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ആർക്കും പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ അയ്യപ്പദാസിന് ഒരു കമ്പനി തുടങ്ങിയിട്ട് ഇത്തരത്തിൽ, പക്ഷേ അതിന് ശേഷം കൊടുക്കുന്ന സർവീസാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു സ്റ്റൗവ് മേടിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല സർവീസ് ഏത് കമ്പനിയുടെ കിട്ടുക നോക്കിയിട്ടാണ് ഒരു സ്റ്റൗവ് വരെ വാങ്ങുന്നത്. ഫ്രിഡ്ജ് ആവട്ടെ, സ്റ്റൗവ് ആവട്ടെ, AC ആവട്ടെ, നമ്മൾ കടക്കാരോട് ചോദിക്കുക ആരുടെയാണ് നല്ല സർവീസ് എന്നാണ്. അപ്പോൾ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഇവർ കരാറ് കൊടുത്തിട്ടുള്ള SRIT എന്ന് പറയുന്ന കമ്പനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 1000 സ്കൂളുകളിൽ 750 സ്കൂളുകൾ ഈ കണക്ഷൻ വിച്ഛേദിച്ചിട്ട് അവരുടെ പഴയ കണക്ഷനുകളിലേക്ക് പോയി എന്നുള്ളത് നമ്മൾ അച്ചടി ദൃശ്യമാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവരുടെ പദ്ധതി ഇവർ പ്രഖ്യാപിക്കുമ്പോൾ ഇത് എന്തോ നമ്മൾ പറയില്ല, ഈ ചാകരക്കാലത്ത് കടലിൽ നിന്നും മത്സ്യം കോരുന്നതുമാതിരി പണം കോരാനുള്ളൊരു പദ്ധതിയായിട്ടാണ് ഈ സംസ്ഥാന സർക്കാർ ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ചില പത്രവാർത്തകളുടെ അതിൻ്റെ ബഡ്ജറ്റ് അവർ ഉദ്ദേശിച്ച വരുമാനം എന്താണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതറിയാം. അതായത് ആദ്യ വർഷം കെ ഫോൺ പ്രതീക്ഷിച്ച വരുമാനം 350 കോടി, 35 കോടി പോയിട്ട് 3.5 ലക്ഷം രൂപ പോലും ഇവർക്ക് അതിലൂടെ സംഭരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യമായി തീർന്നത്. അപ്പോൾ എത്ര വലിയ
ദീർഘവീക്ഷണത്തിൻ്റെ കുറവൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. 350 കോടി രൂപ ആദ്യ വർഷം കെ ഫോൺ പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാരിലേക്ക് എത്തുമെന്ന് വിചാരിച്ചിട്ട് 3.5 ലക്ഷം രൂപ പോലും അതിലൂടെ വരുമാനമുണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല വലിയൊരു തുക മുടക്കിയതിൻ്റെ പലിശ മറ്റൊരു ഭാഗത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ ആ പദ്ധതി അതങ്ങനെ പാളി. അടുത്തത് എന്താ വെച്ചാൽ സർക്കാർ ഓഫീസുകളിൽ നിന്ന് 135 കോടി രൂപ സർക്കാർ ഓഫീസുകൾക്ക് കണക്ഷൻ കൊടുത്തിട്ട് 135 കോടി രൂപ അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ആകെ കൂടിയിട്ട് സർക്കാർ ഓഫീസുകളിൽ കണക്ഷൻ എടുത്തിരിക്കുന്നത് 17,000 സർക്കാർ ഓഫീസുകളിലിട്ട് കണക്ഷൻ എടുത്തിട്ടുണ്ട്. ഈ 17,000 സർക്കാർ ഓഫീസുകളിൽ ആദ്യത്തെ ഒരു ബില്ല് കൊടുത്തു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ഒന്നും ബില്ല് കൊടുക്കാൻ പോലും സർക്കാരിനായിട്ടില്ല കൃത്യമായിട്ട്. അതിൻ്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞത്. സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന അതുപോലെ തന്നെയാണ് കൃത്യമായിട്ട് ബില്ലുകൾ അടച്ചിട്ട് വേണം അപ്പോൾ അതിൻ്റെ കണക്ഷൻ അതിൻ്റെ പൈസ കളക്ട് ചെയ്ത് കഴിഞ്ഞാലല്ലേ ഇതിൻ്റെ റൊട്ടേഷൻ നടക്കുള്ളൂ. അതിന് പോലും ഈ കരാർ കൊടുത്ത കമ്പനി അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം സർക്കാരിലില്ല. അപ്പോൾ കരാർ കൊടുത്തു, അതിൽ അവർക്ക് ഇത്ര ശതമാനം കമ്മീഷൻ നിശ്ചയിച്ചു, 2% അതിൻ്റെ ഇൻസെൻറ്റീവ് നിശ്ചയിച്ചു. ഇടയ്ക്കെന്ന് ചോദിച്ചോളൂ സാർ, ഇത് ഉപയോഗം നടന്നാലല്ലേ അല്ലേ ഇതിപ്പം 17 എത്രയോ സ്ഥലങ്ങളിലേക്ക് ഇത് കൊടുത്തു എന്ന് പറഞ്ഞു. അതിൻ്റെ ഉപയോഗം നടക്കണ്ടേ, ഉപഭോക്താവിന് ഇത് ഉപയോഗിക്കണ്ടേ, ഉപയോഗിച്ചാലല്ലേ സർക്കാരിന് അല്ലേ? അത് ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചതേ ഉള്ളൂ. അല്ല താങ്കളുടെ ഈ ചോദ്യമാണ് അതിൻ്റെത്. ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള കണക്ഷനൊക്കെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സർവീസാണ് പ്രധാനം. ഒരാൾക്ക് പോലും ഈ കെ ഫോണിൻ്റെ കണക്ഷൻ എടുത്തവർക്ക് കൃത്യമായി സർവീസ് കേരളത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത് പരാജയപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം. എന്തിന് ഈ സാഹസത്തിന് മുതിർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ ഒരുപാട് പേർക്ക് ഒരുപാട് പണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളിതിൻ്റെ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ കരാറ് കൊടുക്കുക, അതിന് ഇത്ര കമ്മീഷൻ നിശ്ചയിക്കുക, എല്ലാം നമ്മൾ പറയില്ലേ കമ്മീഷൻ വ്യവസ്ഥകളിലാണ്. ഇപ്പോൾ ഈ AI ക്യാമറ വിവാദത്തിൽപ്പെട്ട കമ്പനിക്കാണ് ഈ കരാറും കിട്ടിയിരിക്കുന്നത്. ഈ SRIT എന്ന് പറയുന്ന കമ്പനിക്ക് AI ക്യാമറ വിവാദം നമുക്കറിയാം. അവർ എത്രയോ 136 കോടി രൂപയ്ക്ക് അവരെടുക്കുന്നു. അതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് മറ്റൊരു പാർട്ടിയെ കൊണ്ട് അത് പ്രൊവൈഡ് ചെയ്യിക്കാൻ തീരുമാനിക്കുന്നു. അത് പറഞ്ഞപ്പോൾ അത്തരത്തിലുള്ള അഴിമതിയുടെ ഇടയിൽ ഈ നമ്മുടെ ജെയിംസ് പാലമറ്റത്തിൽ എന്ന് പറയുന്ന ഒരു മറ്റേ ഇതിൻ്റെ കരാറ് ഏൽപ്പിക്കാൻ വേണ്ടി ടെൻഡർ നൽകിയ ഒരു വ്യക്തി, ഞാൻ പങ്കെടുത്തൊരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം ലൈനിൽ വന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ, നിങ്ങളിത് 75 കോടി രൂപയ്ക്ക് നിങ്ങൾ കരാറെടുത്തോളൂ. 136 കോടി രൂപയ്ക്ക് ഈ SRIT കമ്പനി കരാറെടുത്തിട്ടുള്ളൊരു സംഗതിയാണ് 75 കോടി രൂപയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവരതിൽ എത്ര ലാഭം നീക്കി വെച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. എന്നിട്ട് ഈ ജെയിംസ് പാലമറ്റത്തിനോട് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിതിൽ 75 കോടി രൂപയിൽ നിങ്ങൾക്ക് ചിലവാവുക ഏകദേശം 50% പൈസ നിങ്ങൾക്ക് ചിലവാകും. 37 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ക്യാമറ വാങ്ങണം, 7 കോടി 37 കോടി രൂപയ്ക്ക് നിങ്ങൾ ക്യാമറ മേടിക്കണം, 7.5 കോടി രൂപ അത് പ്രൊവൈഡ് ചെയ്യാൻ ചിലവാകും, മറ്റത് ഇത്രയാവും, മറിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു 20 കോടി രൂപ ലാഭം കിട്ടും. ആ ലാഭത്തിൽ നിങ്ങൾ 10 കോടി രൂപ നിങ്ങൾ മാറ്റി വയ്ക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ പലർക്കും കുറേ പൈസ കൊടുക്കണം. അപ്പോൾ ഈ ജെയിംസ് പാലമറ്റത്തിൽ എന്ന് പറഞ്ഞ ആൾ ചോദിച്ചു, അത്രേ ഈ 10 കോടി രൂപ ഞാൻ കൊടുക്കുന്നത് കൊണ്ടുള്ള എനിക്കുള്ള പ്രയോജനം എന്താ? അത് ഇതിന് ശേഷം നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും പിന്നീട് അവരത് കൈകാര്യം ചെയ്തത് വിവാദമായിട്ടുള്ളതാണ്. അദ്ദേഹം ഞാൻ പങ്കെടുത്തൊരു ചർച്ചയിൽ അദ്ദേഹം വന്നിട്ട് ഈ സംഭാഷണം വിവാദമായിട്ടുള്ളതാണ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. മാത്രവുമല്ല ഈ ഇതിൻ്റെ കരാറ് കൊടുക്കുന്ന കമ്പനിയുടെ ഒരു മീറ്റിംഗ്, ഓൺലൈൻ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലത്തെ 5 പേര് സ്വയം പരിചയപ്പെടുത്തി. 6ാമത്തെ ഒരാൾ പരിചയപ്പെടുത്താൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹം കൈപ്പൊക്കി കാണിച്ചു. ആ വ്യക്തിയെക്കുറിച്ചിട്ട് പിന്നീട് അത് നമ്മുടെ രാഷ്ട്രീയത്തിലൊരു ഉന്നതനായ നേതാവിൻ്റെ മകൻ്റെ ഭാര്യയുടെ അച്ഛനാണ് എന്നുള്ളൊരു വിവാദവും നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം കെ ഫോൺ പോലുള്ള ഇത്തരത്തിലുള്ള പദ്ധതി പ്രഖ്യാപനവും അത് നടപ്പിലാക്കാനുള്ള ത്വരയും ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ഒരു കൃത്യമായിട്ടുള്ള കമ്മീഷനുകളുടെ ഏറ്റവും കമ്മീഷൻ അടിച്ചു മാറ്റും. അതും ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ഭരണത്തിലിരിക്കുമ്പോൾ ലോകത്തുള്ള എല്ലാവരെയും കുറ്റം പറയുന്ന അവിടെയാണ് ഇതിപ്പോൾ ഇവിടെ UDF ഭരിക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാതെ പോകും. അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളി വർഗാധിഷ്ഠിതമായിട്ടുള്ള തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് അവരെ രക്ഷിക്കുക, അതുമാതിരി തന്നെ സാധാരണക്കാരന് ജീവിതോപാധി ഉണ്ടാക്കി കൊടുക്കുക, സാധാരണക്കാരൻ്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നവനെ തടയുക തുടങ്ങിയ കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്നിരിക്കെ അത്തരം ലക്ഷ്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കമ്മീഷൻ വ്യവസ്ഥകളിൽ ഇത്തരം പദ്ധതികൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ ഇത്രയധികം വ്യഗ്രത കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. പറഞ്ഞത് കറക്റ്റാണ്. ഇതൊരു വ്യഗ്രതയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും 2 മാസത്തിന് മുന്നേ മാത്രമാണ് ഇതിന്റെ ഇനാഗുറേഷൻ നടന്നത്. കൊച്ചിയിൽ കൊട്ടിഘോഷിച്ചിട്ടാണ് ഇനാഗുറേഷൻ കൊട്ടിഘോഷിച്ചിട്ടാണ്. എന്നിട്ട് ആ ഇനാഗുറേഷൻ നടത്തിയിട്ട് എന്തായി? അല്ല സാർ, ഈ ലാഭത്തിന്റെ കണക്കുകൾ പറയുന്നത് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കിയാലേ. ഒന്നുകൂടി ഇതാണ്. അപ്പൊ 350 കോടി രൂപ ആദ്യത്തെ വർഷം വരുമാനം പ്രതീക്ഷിച്ചു, 3.5 ലക്ഷം
രൂപ പോലും വരുമാനം ഉണ്ടാക്കാൻ അതിലൂടെ ലാഭം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അടുത്തത് എന്താ, 135 കോടി രൂപ സർക്കാർ ഓഫീസുകൾക്ക് കണക്ഷൻ കൊടുക്കുക വഴി നമുക്ക് ഇതിലേക്ക് ഈ കെ ഫോണിലേക്ക് വരും. അതും ഒരു അമിതമായ ലാഭപ്രതീക്ഷയാണ്. ഉപയോഗിച്ച കേബിൾ വിൽക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നു. അതിന് ഡാർക്ക് കേബിളുകൾ വിൽക്കുന്ന ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. ഡാർക്ക് കേബിളുകൾ വിൽക്കേണ്ട ഒരു കാര്യത്തിനെ കുറിച്ച് ഡാർക്ക് ഫൈബർ എന്ന ഒരു ഓമനപ്പേര് നൽകിയിട്ടുള്ളൊരു. പക്ഷേ ഉപയോഗിച്ചാലല്ലേ ഉപയോഗിച്ച കേബിൾ വിൽക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷമല്ലേ അത്തരത്തിലൊരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഉപയോഗം പോലും അത് പ്രൊവൈഡ് ചെയ്തു എന്നുള്ളതല്ലാണ്ട് കേബിളുകൾ വലിച്ചു എന്നുള്ളതിനപ്പുറമുള്ള ഒരു ഉപയോഗവും അവിടെ നടന്നിട്ടില്ല എന്നിരിക്കെ ഇത്രയും വലിയൊരു വരുമാനം ഇത് അടിച്ചേൽപ്പിക്കുകയാണോ സാർ? സർക്കാർ അടിച്ചേൽപ്പിക്കുകയാണോ? ഇതിപ്പോൾ എത്ര കണക്ഷൻ എന്ന് പറയുന്ന എല്ലാം സർക്കാർ സ്ഥാപനങ്ങളൊക്കെ അല്ലേ? ഇതിപ്പോൾ അതിനെക്കുറിച്ചിട്ട് അവിടെ നിൽക്കട്ടെ. പാവങ്ങളുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ 14,000 കുടുംബങ്ങൾക്ക്, കൃത്യമായിട്ട് പറഞ്ഞാൽ 14,000 കുടുംബങ്ങൾക്ക് സൗജന്യ ഇൻ്റർനെറ്റ് കണക്ഷൻ നൽകുക എന്നുള്ളത് ഈ പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യവും ഒരു ഹൈലൈറ്റും ആയിരുന്നു. നമുക്കൊക്കെ സന്തോഷം തോന്നിയ കാര്യങ്ങളാണ്. പാവപ്പെട്ടവന് 14,000 കണക്ഷൻ കൊടുക്കേണ്ട കാര്യത്തെ കുറിച്ചിട്ട് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. പക്ഷേ ഈ 14,000 കണക്ഷനിൽ ഇതുവരെ കൊടുത്തിട്ടുള്ളത് 4,000 കണക്ഷനാണ്. 10,000 കണക്ഷൻ എപ്പോൾ കൊടുക്കുമെന്ന് പോലും നാളിതുവരെ പ്രഖ്യാപിക്കാൻ കഴിയും. 14,000 കണക്ഷൻ എന്ന് സാറ് പറഞ്ഞില്ലേ, ഇതിപ്പോൾ 14,000 കണക്ഷൻ എന്ന് ഇവർ വെറുതെ പറയുന്നു. സാറ് നേരത്തെ ആദ്യം പറഞ്ഞ പ്രൈവറ്റ് കമ്പനികൾ, ഇപ്പം നമുക്കിവിടെ ഒരുപാട്, നമ്മൾ പേര് പറയുന്നില്ല കമ്പനികളുടെ, അത്രയും പേരുടെ അത്രയും വളരെ ഭംഗിയായി ഉപഭോക്താക്കളെ നോക്കുന്ന മറ്റ് കമ്പനികളുള്ള, സ്വകാര്യ കമ്പനികളുള്ള സ്ഥലത്ത് ഈ 14,000 ഇവർ ആർക്കാണ് കൊടുക്കാൻ പോണത്? അല്ല, ആര് വാങ്ങും? അത് കണക്ഷൻ സൗജന്യമായിട്ട് കൊടുക്കുമ്പോൾ വെറുതെ കിട്ടിക്കഴിഞ്ഞാൽ ചുണ്ണാമ്പും തിന്നുന്ന നമ്മുടെ ഈ എന്ത് സൗജന്യമാണ് സാർ? അതിൽ ഇൻ്റർനെറ്റ് പ്രായോഗികമാണെങ്കിൽ അതിൽ വേറൊരു കാര്യമാണെങ്കിൽ പോലും ഇപ്പം അയ്യപ്പദാസ് ഇത് പറഞ്ഞത് കാരണം കൊണ്ട് ഞാൻ പറയുകയാണ്, ഈ സൗജന്യമായിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ പാവപ്പെട്ടവന് നൽകുമെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ വീട്ടിൽ കൃത്യമായിട്ട് അരി വാങ്ങാൻ ഗതിയില്ലാത്ത ഒരുത്തൻ്റെ വീട്ടിൽ ഈ ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുത്തിട്ട് അവൻ എന്ത് ചെയ്യാനാ? അവന് ഈ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് പോലും അറിയാത്ത 14,000 ആൾക്കാർക്ക് ഇത്തരം ഒരു കണക്ഷൻ കൊടുക്കുമെന്ന പ്രഖ്യാപനം കേവലം ഒരു ഗിമ്മിക്കായിട്ട് വേണ്ടേ നമ്മളിത് കാണാൻ വേണ്ടി? കണ്ണിൽ പൊടിയിടുക. 14,000 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഞങ്ങൾ ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുത്തു. എന്താണ് ഇത് പുഴുങ്ങി തിന്നിട്ട് അവൻ്റെ വിശപ്പ് മാറ്റാൻ പറ്റുമോ? അപ്പോൾ ആദ്യം അവന് വേണ്ടത് അവൻ്റെ പട്ടിണി മാറാനുള്ള അറ്റ്ലീസ്റ്റ് സപ്ലൈകോയിലെ 13 സബ്സിഡി സാധനങ്ങൾ കൃത്യമായിട്ട് സപ്ലൈകോ വഴി ലഭിച്ചിട്ടാണ് അവന് ഇത്തരത്തിലൊരു കണക്ഷൻ ലഭിക്കുന്നത്. ഞങ്ങളുടെ സർക്കാർ ഞങ്ങൾക്ക് 13 സബ്സിഡി സാധനങ്ങൾ വില കുറച്ചിട്ട് സപ്ലൈകോ വഴിക്ക് തരുന്നു, അതിന് പുറമെ ഞങ്ങൾക്കിതാ ഇൻ്റർനെറ്റ് കണക്ഷൻ സൗജന്യമായിട്ട് തരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ വീട്ടിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉപയോഗിക്കത്തക്ക തോതിലുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് നോക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയാം, അതായത് ഇത്രയും വലിയൊരു ജനകീയ ഉത്സവമായ തെരഞ്ഞെടുപ്പ് പോലെ ഒരു മാമാങ്കം നടക്കുന്ന സമയത്ത്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്തരത്തിലൊരു മാമാങ്കം നടക്കുന്ന സമയത്ത് ജനങ്ങളെ പറ്റിക്കുന്ന ഇത്തരം തട്ടിപ്പുകൾ ഈ ജനങ്ങളുടെ സർക്കാർ എന്ന് പറയുന്ന, തൊഴിലാളി വർഗം എന്നൊക്കെ പറയുന്ന ഈ സർക്കാർ കാണിക്കുന്നത് നമുക്ക് വെറുതെ നോക്കിയിരിക്കാൻ കഴിയുമോ? ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ആര് ചോദിക്കുമെന്നുള്ള കേന്ദ്രത്തിൻ്റെ പദ്ധതി ആയിരുന്നാലും കേരളത്തിൻ്റെ പദ്ധതി ആയിരുന്നാലും അത് ആവശ്യമുള്ളതാണോ അല്ലയോ? ഇതൊക്കെ ജനത്തിനെ പറ്റിക്കുക. ഇപ്പം നമ്മൾ ഇങ്ങനെ കൂടെ അങ്ങ് പറയാം, നമുക്കിപ്പോൾ ഒരു പ്രമുഖനായ നമ്മുടെ ധനകാര്യമന്ത്രി മറ്റേ മസാല ബോണ്ടെന്നും ആ ബോണ്ടെന്നും ഈ ബോണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധാരണക്കാരന് ഈ കാര്യങ്ങൾ തുടങ്ങി അത്തരം കാര്യങ്ങൾ വരെ ഒരുതരം എന്താ പറയുക, അവർക്ക് മനസ്സിലാക്കുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങളെ അറിയിക്കേണ്ടത് ഇവരുടെ ബാധ്യത കൂടെ അല്ലേ? വേണമെന്നുള്ളവനല്ലേ കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ വേണമെന്നുള്ള ഒരു ആവശ്യം നമുക്ക് നിൽക്കുമ്പോഴല്ലേ അത് ചെയ്യേണ്ടത്? ആദ്യം പറഞ്ഞ് നമുക്ക് കഴിക്കാൻ ആഹാരം, കിടക്കാൻ പിന്നെ ഒരു വീട്, ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ ഇൻ്റർനെറ്റ് ആയാലും മറ്റെന്തായിരുന്നാലും? അത് ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തിൻ്റെ കാലത്ത് EMS പറഞ്ഞൊരു വാക്ക് താങ്കളുടെ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയണം. നാം നമ്മുടേതെന്നും അവർ അവരുടേതെന്നും പറയുന്ന മക്മോഹൻ രേഖയ്ക്ക് വേണ്ടിയുള്ള ഇന്ത്യ ചൈന യുദ്ധം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ താങ്കൾക്ക് വല്ലതും മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. എനിക്കും മനസ്സിലായിട്ടില്ല, ഇത് പറഞ്ഞ ആൾക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നവരുടെ എല്ലാ കാലത്തുമുള്ളൊരു നയമാണ് ഞങ്ങൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കത്തക്ക തോതിൽ. ഇപ്പോൾ നമ്മുടെ MV ഗോവിന്ദനും P രാജീവൊക്കെ ഇത്തരത്തിൽ അച്ചസ്ഫടികമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത് എന്തെങ്കിലും നമുക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതായത് തൊഴിലാളി വർഗാധിഷ്ഠിത പ്രശ്നങ്ങളിൽ മുതലാളിത്ത കൂട്ടുകെട്ടിൻ്റേതായിട്ടുള്ള ചില കൈകടത്തലുകൾ ഞങ്ങൾ എതിർക്കുമ്പോൾ തന്നെ ചിലതരം മുതലാളിത്തത്തോട് നമുക്ക് ചില നല്ല മനോഭാവം പുലർത്തണം, നമുക്കതൊന്നും മനസ്സിലാവില്ല. അത്തരത്തിലുള്ള ഒരു വർത്തമാനത്തിൻ്റെ അന്ത്യമാണ് ഈ കെ ഫോൺ പോലുള്ള പദ്ധതിയും ഈ സിൽവർ ലൈൻ പദ്ധതിയും. ഈ പദ്ധതികൾ പ്രഖ്യാപിക്കലല്ല അതിൻ്റെ ഏറ്റവും പ്രധാനം, നടപ്പിലാക്കിയിട്ട് ജനങ്ങൾക്കത് ഉപകാരപ്രദമാകുന്നുണ്ടോ എന്നുള്ള നിലയിലുള്ള പദ്ധതികളെ പ്രഖ്യാപിക്കുക
പ്രഖ്യാപിക്കാവൂ, അത് നടപ്പിലാക്കാവൂ. ഈ കെ ഫോൺ പദ്ധതി പോലുള്ളൊരു പദ്ധതി ഒരു സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു പ്രശ്നമല്ല. അതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പദ്ധതി പ്രഖ്യാപിക്കലും കണക്ഷൻ, ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കലൊക്കെ വളരെ ഈസിയാണ്. പക്ഷേ അതിനുശേഷമുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യൽ ഒരു പ്രധാന പ്രശ്നമാണെന്നുള്ള ബോധം ഈ സർക്കാരിന് വരാത്തിടത്തോളം കാലം ഈ കണക്ഷൻ എടുക്കാൻ ആരൊക്കെ തയ്യാറാവുന്നു അവരൊക്കെ ഇതിൽ നിന്നും പിന്നിലേക്ക് പോയിരിക്കുകയാണ്. കാരണം എന്താ, ഈ കണക്ഷൻ കിട്ടിയവർക്ക് ആർക്കും തന്നെ കൃത്യമായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ പരാജയമാണ്, വെറും പറ്റിക്കലാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞിട്ട് തന്നെ ജനങ്ങളുടെ കണ്ണിൽ ഒരു ഇലക്ഷൻ്റെ കാലത്തുള്ള ഒരു പൊടിയിടലായിട്ട് വേണം ഇതിനെ കാണാം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കേണ്ടത്.